ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ വിൻഡോസ് 11ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് കിട്ടിയതിന് ശേഷം ഒഫീഷ്യലായിട്ടും അല്ലാതെ വിൻഡോസ് 7 കിടക്കുന്നവർക്കും 10ൻ്റെ ക്രാക്ക് ആണെങ്കിലും എങ്ങനെ നമുക്ക് വിൻഡോസ് 11 കയറ്റാമെന്നാണ് നോക്കുന്നത്. ഒഫീഷ്യലായിട്ടാണെങ്കിലും ഇതിനകത്ത് ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. സോ ഈ വീഡിയോ ഫുള്ളി ഇരുന്ന് കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യമേ തന്നെ നിങ്ങളുടെ വിൻഡോസ് ഇപ്പോൾ ഉള്ളത് ആക്ടിവേറ്റഡ് ആണെങ്കിലത്തെ കാര്യമാണ്. നിങ്ങളുടെ വിൻഡോസ് ആക്റ്റീവ് ആണെങ്കിൽ അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എല്ലാം ചെയ്ത് തീർക്കുക. നിങ്ങൾ സിസ്റ്റം അപ്ഡേറ്റിൽ പോയിട്ട് വിൻഡോസ് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും അവിടെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ആദ്യമേ നിങ്ങൾക്ക് വല്ല വിൻഡോസ് 10ൽ അപ്ഡേറ്റ് കിടക്കുന്നുണ്ടോ എന്ന് നോക്കുക. എനിക്ക് ഒരെണ്ണം കിടക്കുന്നുണ്ട് അപ്ഡേറ്റ്, അത് ചെയ്യണം. എല്ലാവരും അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വിൻഡോസ് 11ലോട്ട് അപ്ഗ്രേഡ് ചെയ്യാവുള്ളൂ. ഇത് വിൻഡോസ് ആക്റ്റീവ് ഒറിജിനൽ വിൻഡോസ് 10 ഉള്ളവർ മാത്രം ഈ അപ്ഡേറ്റ് ചെയ്താൽ മതി. സോ ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് വിൻഡോസ് 11 ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കാണിക്കുന്നുണ്ട്. സോ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. വല്ല അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അവിടെ കാണിക്കുന്നതായിരിക്കും. സോ വേറെ അപ്ഡേറ്റ് ഒന്നുമില്ല. ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ക്രോം ഓപ്പൺ ആക്കുക. ക്രോം ഓപ്പൺ ആക്കിയതിൻ്റെ ശേഷം വിൻഡോസ് 11 സെർച്ച് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ ലിങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോവുക. സോ ഇതാണ് വിൻഡോസ് 11ൻ്റെ ഒഫീഷ്യൽ സൈറ്റ്. താഴോട്ട് പോകുമ്പോഴത്തേനും ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻ പറ്റുമോ ഇല്ലയോ എന്ന്, വിൻഡോസ് 11 റൺ ചെയ്യുമോ ഇല്ലയോ എന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് PC ഹെൽത്ത് ചെക്ക് ആപ്പ് എന്ന് പറയുന്ന ആപ്പ് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ നിങ്ങളുടെ PCക്ക് പറ്റുമോ എന്ന് നോക്കാൻ സാധിക്കും. അതിന് മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അതിനകത്ത് എങ്ങനെയാണ് നോക്കുന്നതെന്നും കാണിക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം വിൻഡോസ് 11ൻ്റെ താഴത്തെ ഒരു സൈറ്റ് ഉണ്ട്. ഈ രണ്ട് സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. അതിൽ ഞെക്കി കഴിയുമ്പോഴത്തേനും നിങ്ങൾ വിൻഡോസ് 10 ഒക്കെ ഡൗൺലോഡ് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പോലെ ഇവിടെ 11 ഇപ്പോൾ കാണിക്കുന്നുണ്ട്. സോ ഈ വിൻഡോസ് 10 ആക്റ്റീവ് അല്ലാത്തവർക്കും 7 ആയവർക്കും ഇവിടെ ഡൗൺലോഡ് വിൻഡോസ് 11 ഡിസ്ക് ഇമേജ് ISO ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അത് വിൻഡോസ് 11ൽ ഇട്ടിട്ട് ഡൗൺലോഡ് ചെയ്യുക. അത് ഏകദേശം ഒരു 5 GB വരുന്ന ഫയലാണ്. അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അല്ലാതെ വിൻഡോസ് 11 ആക്റ്റീവ് ആയിരിക്കുന്നവർക്ക് ഒഫീഷ്യലായിട്ട് നിങ്ങൾക്കൊരു ടൂള് വഴി 11ലോട്ട് അപ്ഗ്രേഡ് കിട്ടുന്നതാണ്. അതാണ് മേളിലത്തെ വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഒന്ന് ഓപ്പൺ ആക്കുക. ഒഫീഷ്യലായിട്ട് നിങ്ങൾ പൈസ കൊടുത്ത് നിങ്ങളിപ്പോൾ പുതിയ ലാപ്ടോപ്പ് വാങ്ങിച്ചെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഒറിജിനൽ വിൻഡോസ് 10 ആണ് കിട്ടുന്നത്. ആക്റ്റീവായ വിൻഡോസ് 10 ആണ് കിട്ടുന്നത്. അപ്പോൾ ആക്റ്റീവായ വിൻഡോസ് ഉള്ളവർക്ക് ഇത് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ കൊടുത്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പം ഇനി 3 സ്റ്റെപ്പ് ഉണ്ട്. ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്. സോ ഇപ്പോൾ 82% ആയിട്ടുണ്ട്. കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം. കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ISO ഇമേജ് ഡൗൺലോഡ് ചെയ്തവർക്ക് നേരത്തെ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ഥാനത്ത് വിൻഡോസ് 10ൻ്റെ പകരം 10ൻ്റെ ISO ഫയൽ ഇടുന്നതിൻ്റെ പകരം ഈ 11ൻ്റെ അവിടെ പ്ലേസ് ചെയ്താൽ മതി. അതിൻ്റെയും ഞാൻ സ്ക്രീനിൽ ലിങ്ക് കൊടുത്തേക്കാം. സോ അതും
അതുപോലെ തന്നെ ചെയ്താൽ മതി. ISO ഫയലിൻ്റെ സ്ഥാനത്ത് ഈ വിൻഡോസ് 11ൻ്റെ ISO മാത്രം ഇട്ടാൽ മതി. അത് 7ഉം ആക്റ്റീവ് അല്ലാത്ത ക്രാക്ക് ആയവർക്കും ഈ വിൻഡോസ് 11 ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇത് ക്രാക്ക്ഡ് അല്ല, ഇത് ഇപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഈ ISO ഫയൽ ട്രയലാണ്. സോ ചില ഫീച്ചറൊന്നും വർക്കായല്ല, ഫുള്ളി ഫീച്ചർ വർക്കായല്ല, എന്നാലും നിങ്ങൾക്ക് വിൻഡോസ് 11 കിട്ടും. സോ അതിൻ്റെ ശേഷം 100% ആയി കഴിഞ്ഞ് റീസ്റ്റാർട്ട് വരും. ഒന്നെങ്കിൽ നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റീസ്റ്റാർട്ടിനെ അടിക്കാം. ഞാനിവിടെ റീസ്റ്റാർട്ടിനെ അടിച്ചതിന് ശേഷം പെട്ടെന്ന് അപ്ഡേറ്റൊക്കെ ആയി. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് വിൻഡോസ് 11ൻ്റെ ഒരു ഇൻ്റർഫേസ്. സോ ദിസ് PCയുടെ ഐക്കൺ എല്ലാം മാറിയിട്ടുണ്ട്, ഐക്കണെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. സോ സ്റ്റാർട്ടും ടാസ്ക് ബാറൊക്കെ ഒരു നടുക്കായിട്ട് വന്നിട്ടുണ്ട്, ഒരു ക്ലീൻ ലുക്കായിട്ടുണ്ട് ഇപ്പം. പിന്നെ റൈറ്റ് ക്ലിക്കൊക്കെ ഞെക്കുമ്പോഴത്തേനും കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടിന് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമേ സ്റ്റാർട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾ ആപ്സ് അതിനകത്ത് നിന്ന് എടുക്കാം. അല്ലെങ്കിൽ സെർച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു സെപ്പറേറ്റ് ബട്ടൺ തന്നെ അവർ ഈ തവണ വെച്ചിട്ടുണ്ട്. മറ്റേതിന് കുറച്ച് ലാർജ് ആയിരുന്നു വിൻഡോസ് 10ൽ, അതൊന്ന് ഷോർട്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് വെബ്സൈറ്റ് വഴിയുള്ളതും സെർച്ച് ചെയ്യാം, അല്ലാതെ ലാപ്പിൽ കിടക്കുന്നതും PC കിടക്കുന്നതും സെർച്ച് ചെയ്യാം. പിന്നെ വരുന്നതും മൾട്ടി ടാസ്കിങ് വെർച്വൽ ഡെസ്ക്ടോപ്പാണ്. നമുക്ക് എന്തേലും വേണേലും ആഡ് ചെയ്യാം. അതും വിൻഡോസ് 10ൽ ഉണ്ടായിരുന്ന ഫീച്ചറാണ്. അതൊരു ഡെഡിക്കേറ്റഡ് ബട്ടണായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന വിഡ്ജറ്റ്സ് ആണ്. അത് നമ്മൾ വിൻഡോസ് 11ൻ്റെ ഫീച്ചർ ഇറങ്ങിയപ്പോഴേ കണ്ടതാണ്. സോ അതും അതിനകത്ത് വാർത്തയും പിന്നെ ഒത്തിരി വാർത്തയും ഇൻഫോർമേഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ ക്ലൈമറ്റ് കാണിക്കുന്നുണ്ട്, സ്റ്റോക്സിൻ്റെയൊക്കെ ഇത് കാണിക്കുന്നുണ്ട്, സമയവും കാണിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ വിഡ്ജറ്റിൽ. നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ടീംസ് ആപ്പ് വരുന്നുണ്ട് വീഡിയോ കോളിന്. പണ്ട് സ്കൈപ്പായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ടീംസാണ് വരുന്നത്. അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദിസ് PCയിൽ നോക്കിക്കഴിഞ്ഞാൽ ഐക്കണ് തന്നെ കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഫോൾഡേഴ്സിനൊക്കെ വേറെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ്, ഡെസ്ക്ടോപ്പ്, വീഡിയോ അതിനൊക്കെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈവിനാണേലും ഒരു ഇമേജ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോൾഡറിൻ്റെ ഐക്കണും മാറിയിട്ടുണ്ട്. ഒരു എവിടെയൊക്കെ ഉബുണ്ടു പോലെയൊക്കെ തോന്നുന്നു. പിന്നെ കാണാനും നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഡാർക്ക് മോഡ് ഞാൻ ഇട്ടില്ല, ഡാർക്ക് മോഡ് ഇടാം. പിന്നെ ഉള്ള ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി തന്നെ മാറിയിട്ടുണ്ട്. ഇവിടെ മേളിലൊക്കെ വേറെ ആയിരുന്നു വിൻഡോസ് 10ന്, കുറേ ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. സോ അത്രേ ഉള്ളൂ ദിസ് PCക്കകത്ത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ കോർണറിൽ കുറേ ഓപ്ഷനുണ്ട്. അതിൽ ഒരു ആരോ ബട്ടണുണ്ട്, അത് വിൻഡോസ് 10ലുണ്ടായിരുന്ന സെയിം സാധനമാണ്. പിന്നെ ഇംഗ്ലീഷ് കീബോർഡ് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഇവിടെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കൺട്രോൾ ചെയ്യുന്ന വൈഫൈയും ഇതുമെല്ലാം ഓഫോ ഓണോ ആക്കുന്ന, ബ്രൈറ്റ്നസ് കൂട്ടുന്നതും കുറയ്ക്കുന്നതൊക്കെ ഐക്കൺ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഒരു ടാബ്ലറ്റൊക്കെ യൂസ് ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു ഇൻ്റർഫേസാണ്. അത് കുറേ കളർ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ ആഡ് ചെയ്യണമെങ്കിൽ ഇഷ്ടം പോലെ നമുക്കിഷ്ടമുള്ള പോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ചെയ്യാം. പിന്നെ അവിടെ പ്ലേ ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് കാണിക്കും. ഇപ്പം എൻ്റെ അവിടെ അലക്സയാണ് കാണിക്കുന്നത്. അവിടെ എന്തെങ്കിലും പാട്ടോ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കലണ്ടറാണ്. കലണ്ടറിൻ്റെ അവിടെ നിൽക്കുമ്പോൾ പണ്ട് കലണ്ടർ ഫുള്ളാണെന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നോട്ടിഫിക്കേഷനും കലണ്ടറും സെപ്പറേറ്റ് ആക്കിയാണ് അവർ വെച്ചിരിക്കുന്നത്. നമുക്ക് മോറെ ഞെക്കുമ്പോഴത്തേനേ കലണ്ടർ കാണത്തുള്ളൂ ഫുള്ളായിട്ട്. അത്രയൊക്കെയാണ് ടാസ്ക് ബാറിലെ പുതിയതായിട്ട് വന്ന ഫീച്ചർ. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ സെറ്റിങ്സിൽ എന്ത് മാറ്റമൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. സോ
സോ ഇതാണ് സെറ്റിങ്സിൽ ഒത്തിരി വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. സെറ്റിങ്സിലും ഇമേജും ആ ഇൻ്റർഫേസൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാം ഒരു ക്ലീൻ ലുക്കായിട്ടുണ്ട്. സോ സെറ്റിങ്സിൽ ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ ഡിസ്പ്ലേ ആണ് കാണിക്കുന്നത്. ആദ്യമേ അങ്ങനെ പോവാം. ഡിസ്പ്ലേക്കകത്ത് പുതിയതായിട്ട് HDR എന്ന് പറയുന്ന ഒരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നൈറ്റ് ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും നമ്മൾ ടാബ് യൂസ് ചെയ്യുന്ന പോലത്തെ ഐക്കൺ വന്നിട്ടുണ്ട്. പിന്നെ HDR എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഓൺ ഓഫ് ആക്കാൻ പറ്റും. അത് ഇഷ്ടമുള്ള പോലെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ സൗണ്ടിനകത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. നേരെ ഇരുന്നത് ചിരിച്ച് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ കുറേ നല്ല ലേഔട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അത്ര ഡിഫറൻസേ ഉള്ളൂ വിൻഡോസ് 10 കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ അവിടെ മോണോ ഓഡിയോ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ടിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ മോണോ ഓഡിയോ ആയിട്ട് വരും. പിന്നെ വരുന്നത് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതിനകത്ത് നമുക്ക് ഏതൊക്കെ ആപ്പ് നോട്ടിഫിക്കേഷൻ നമുക്ക് മാനുവലായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നത് ഫോക്കസ് അസിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ചെയ്യാം. പ്രയോറിറ്റി ഒക്കെ ഓൺ ഓഫ് ആക്കി കൊടുക്കാം. പിന്നെ വരുന്നത് പവർ ആൻഡ് ബാറ്ററിയാണ്. ഈ പവർ ആൻഡ് ബാറ്ററിക്കകത്ത് ഒത്തിരി ഡിഫറൻസ് വന്നിട്ടുണ്ട്. ബാറ്ററി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പം എങ്ങനെയൊക്കെയാണ് എത്ര പെർസെൻറ്റേജ് ആയിരുന്നു എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ബാറ്ററി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എത്ര പെർസെൻറ്റേജ് ആയിരുന്നു എന്നൊക്കെ ഹിസ്റ്ററി വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്കണായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 9 മണിക്ക് ഇത്ര പെർസെൻറ്റേജ് ഉള്ളായിരുന്നു, 10 മണിക്ക് ഇത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ക്രീൻ ടൈം പോലെ അവിടെ ഏതൊക്കെ ആപ്പ് നമ്മൾ എത്ര ശതമാനം ഉപയോഗിച്ചു എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫീച്ചറും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് സ്റ്റോറേജ് ആണ് ഓപ്ഷൻ വരുന്നത്. സ്റ്റോറേജിനകത്തും ടെമ്പററി ഫയലൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ സ്റ്റോറേജ് സ്പേസ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ നിയർ ബൈ ഷെയറിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ നേരത്തെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. പിന്നെ മൾട്ടി ടാസ്കിങ് കൊടുത്തിട്ടുണ്ട്. അതും Alt+Tab ആക്കി കഴിഞ്ഞാൽ നമുക്ക് ടാബ് എങ്ങോട്ട് വേണമെങ്കിലും സ്വിച്ച് ചെയ്യാം. അത് വിൻഡോസ് 10 ഉണ്ടായിരുന്നതാണ്. വിൻഡോസ് 11 അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് സ്വിച്ച് ചെയ്യാനും പെട്ടെന്ന് മൾട്ടി ടാസ്കിങ്ങിന് നല്ലൊരു ഫീച്ചറാണത്. അത്രേ ഉള്ളൂ മൾട്ടി ടാസ്കിങ്ങിൻ്റെ സ്ഥലത്ത് ഇത്രേ ഉള്ളൂ. പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ടിവേഷനാണ്. ആക്ടിവേഷൻ ചെയ്തവർക്ക് ടിക്ക് വരും, ആക്ടിവേഷൻ ചെയ്യാത്തവർക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വരും. അത്രേ ഉള്ളൂ. അതും പഴയമാതിരി തന്നെ, ഒരു മാറ്റവും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നും കണ്ടില്ല. പിന്നെ പ്രൊജക്റ്റിംഗ് ടു PC ട്രിപ്പിൾ ഷൂട്ട്, അതിലൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അത് വിൻഡോസ് ഹോം ആയവർക്ക് പറ്റത്തില്ല. പ്രോ വേരിയൻറ്റിനായിരിക്കും പറ്റുന്നത്. എൻ്റെ ഹോമാണ്, അതുകൊണ്ട് അത് സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ അബൌട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ഡിവൈസിൻ്റെ സ്പെക്കും കാര്യങ്ങളും പണ്ടത്തെ പോലെ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് അവിടെ ഡിവൈസ് മാനേജറൊക്കെ അവിടെ നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഐക്കണൊക്കെ മാറ്റിയിട്ടുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും അതിനകത്ത് വന്നിട്ടില്ല. പിന്നെ ബ്ലൂടൂത്ത് ആൻഡ് ഡിവൈസിനകത്ത് കുറച്ച് വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഏതൊക്കെ ഡിവൈസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഐക്കൺ കളറിലല്ലായിരുന്നു, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലായിരുന്നു കൊടുത്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ ഐക്കണാക്കി നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടച്ച് പാഡിൻ്റെ കൺട്രോളും ബ്ലൂടൂത്ത് ആൻഡ് ഡിവൈസസിനകത്താണ് വരുന്നത്.
VPNൻ്റെ ഓപ്ഷൻ സെപ്പറേറ്റ് ആയിട്ട് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്വാൻസ് നെറ്റ്വർക്ക് സെറ്റിങ്സിനകത്ത് കുറേ കൊടുത്തിട്ടുണ്ട്. പേഴ്സണലൈസിങ്ങിനകത്ത് നമുക്ക് ഡാർക്ക് മോഡാണെങ്കിൽ ഡാർക്ക് മോഡും ആക്കാം, ലൈറ്റ് മോഡാണെങ്കിൽ ലൈറ്റ് മോഡും ആക്കാം. ഇങ്ങനെയാണ് അത് വാൾപേപ്പറിൻ്റെ അവിടെ തന്നെ നമുക്ക് ഡാർക്ക് മോഡാണെങ്കിലും ലൈറ്റ് മോഡ് ആണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കീബോർഡിൻ്റെ ലേഔട്ടൊക്കെ മാറ്റാൻ പറ്റും. കീബോർഡിൻ്റെ തീം മാറ്റാൻ പറ്റുന്നുണ്ട്. അത് മിക്കവാറും അത് ടാബായിട്ട് യൂസ് ചെയ്യുമ്പോൾ വിൻഡോസ് 10 അത് നല്ല രീതിയിൽ ഉപകാരപ്പെടും. അത്രേ ഉള്ളൂ പേഴ്സണലൈസിനകത്ത്. പിന്നെ ആപ്പിനകത്തും പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. ആപ്സിനകത്ത് ഏതൊക്കെ ആപ്പ് ഇൻസ്റ്റാളാക്കി അത്രേ ഉള്ളൂ. പിന്നെ അക്കൗണ്ടിനകത്ത് നമ്മുടെ അക്കൗണ്ട്സും എല്ലാം കാണിക്കുന്നു. അതിനകത്തൊന്നും ഒരു മാറ്റവും ഇല്ല, സെയിം ആണ്. കുറച്ച് UI മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ അക്സസിബിലിറ്റിക്കകത്ത് വിഷ്വൽ എഫക്റ്റിനകത്ത് കുറച്ച് ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ട്രാൻസ്പെറൻസി എഫക്റ്റ് അവിടെ നിന്ന് ഓണും ഓഫും ആക്കാൻ പറ്റുന്ന. അത് കഴിഞ്ഞ് വരുന്നത് പ്രൈവസി സെക്യൂരിറ്റിയാണ്. പ്രൈവസി സെക്യൂരിറ്റിയിൽ നമുക്ക് ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. നേരത്തെ ഇല്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ആപ്പ് പെർമിഷൻ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ എനേബിൾ ഓഫും ആക്കാനും പറ്റും. നമുക്ക് ഇഷ്ടമുള്ളതിന് മാത്രം എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലാത്തതെല്ലാം ഓഫാക്കി ഇടാനും സാധിക്കും. പിന്നെ വിൻഡോസ് അപ്ഡേറ്റ് ഇനി ഇവിടെ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ ഒരു ഐക്കണിലായിരിക്കും വരുന്നത്. സോ അപ്ഡേറ്റ് ഒന്നുമില്ല. സോ ഇതാണ് വിൻഡോസ് 11. ഇത്രയാണ് വിൻഡോസ് 11. ഇനി വിൻഡോസ് 11 ഒന്ന് ഡാർക്ക് മോഡിൽ ഇട്ട് നോക്കാം. സോ ഇപ്പം നമ്മുടെ PC ഡാർക്ക് മോഡായിട്ടുണ്ട്. അത് ഡാർക്ക് മോഡാകുമ്പം ആ കളർ, ആ വാൾപേപ്പറിൻ്റെ കളറും മാറിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലാക്ക് ആയിട്ടുണ്ട്. സോ ബ്ലാക്കാണ് കുറച്ചും കൂടെ കൂളായിട്ട് തോന്നുന്നത് ലൈറ്റിനേക്കാളും. പിന്നെ വിൻഡോസ് 11 ഒത്തിരി ആപ്പ് വരുന്നുണ്ടെന്നാണ് വിൻഡോസ് 11 ഫീച്ചർ വന്നപ്പോൾ അറിഞ്ഞത്. അതുപോലെ തന്നെ കുറച്ച് ആപ്സ് കൂടുതൽ വന്നിട്ടുണ്ട്. പിന്നെ വരുന്ന അപ്ഡേറ്റിൽ അവർ കൂടുതൽ ആപ്സ് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് APK ഫയലും ഇൻസ്റ്റാളാക്കാൻ പറ്റും. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ കുറച്ചും കൂടെ ആപ്പ് വന്നിട്ടുണ്ട്. ഇനി അപ്ഡേറ്റിൽ അവർ കൂടുതൽ ആപ്പ് കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വിൻഡോസ് 11 അപ്ഡേറ്റും ഇത്രയേ ഉള്ളൂ. ഓവറോൾ വ്യൂ ഇത്രയേ ഉള്ളൂ. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യേണ്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.